ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഗായ്സ് നമ്മൾ നിൽക്കുന്നത് മാരാരികുളത്താണ്. ഇവിടെ ഒരു ബീച്ച് റിസോർട്ട് എടുത്തിട്ടൊക്കെയാണ്. നമ്മൾ ഫാമിലി ഫുള്ളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ ഒരു റിസോർട്ടിൽ ബീച്ച് സൈഡ് പുറത്തെ വ്യൂ നോക്ക് ഗായ്സ്. നമ്മളിന്ന് ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ ഗായ്സ്, നമ്മൾ മാരാരികുളത്തുള്ളൊരു ബീച്ച് റിസോർട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. ഞാനും അച്ഛനും കൂടെ അവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ കണ്ണമാമനും സോനച്ചിറ്റയും പിന്നെ സീതുമാമിയും അമ്മും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മളെല്ലാവരും കൂടാണ് ഇവിടെ അടിച്ചു പൊളിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ ബീച്ചിൻ്റെ നേരെ ഫ്രണ്ടിലാട്ടോ. നമുക്ക് അടിപൊളിയാണ്, ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം, വേറെ ആരുമില്ല, നമ്മളേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങി കേട്ടോ. ഭയങ്കര രസമാണ്, ബീച്ച് കാണാൻ അടിപൊളിയായിരുന്നു. നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള ബീച്ചാണ്, പ്രൈവറ്റ് ഏരിയ ആണ് ആ ഏരിയ ഫുള്ള്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇല്ലേ നടക്കുമായിരുന്നു കേട്ടോ. ഞാനും രാജ്യമ്മയും കൂടെ ആയിരുന്നു കേട്ടോ ഫുൾ ടൈം. ഞങ്ങൾ പിള്ളേരെക്കായാലും ബഹളമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരക്കനുസരിച്ച് ഭയങ്കര ആസ്വദിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ദേയിലൊക്കെ നടന്ന് നമ്മൾ ബീച്ചിലോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് മാക്സിമം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അപ്പം കടലിൽ പോയി മീൻ പിടിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. അവർ മറ്റേ തെർമോക്കോളിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അതേലാണ് എല്ലാ ദിവസവും ഇങ്ങനെ പോകുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനത്തെ ചെറിയ ഇതിൽ മീൻ പിടിക്കാനായിട്ട് പോയി അവർ തന്നെ വലയിട്ട് മീൻ പിടിച്ച് കയറ്റുന്നതാണ് കേട്ടോ കാണുന്നത്. ആ തിരക്കനുസരിച്ച് കയറുന്നതിൻ്റെയൊക്കെ അങ്ങനെ അതവിടെ കൊണ്ടുവന്ന് അവർ ആ വലയിൽ നിന്ന് ഓരോന്നെടുത്ത് ഇടുന്നതൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞ് നേരെ ബീച്ചിൻ്റെ ഫ്രണ്ടാണ്. ഇവിടെ 2 റൂംസ് ഉണ്ട് കേട്ടോ. ബാക്കി ഞങ്ങൾക്കുള്ള 4 റൂംസ് എന്ന് പറയുന്നത് 3 റൂംസ് എന്ന് പറയുന്നത് പുറത്താണ്. ഞങ്ങൾ മൊത്തത്തിൽ 16 പേരാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് ചോറ്, പുളിശ്ശേരി, ബീഫ് ഉണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂട്ടി നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ആസ്വദിച്ച് കഴിച്ച്. പത്തു, ഹൗ ആർ യു? ഗുഡ്. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ഹൗ ഇസ് ദ വ്യൂ? ഗുഡ്. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. ഹായ് അയാൻ, എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് അയാൻ? വ്യൂ എങ്ങനെയുണ്ട്? വ്യൂ ഒന്നും കൊള്ളൂല്ല. പിന്നെ നീ നനഞ്ഞ് കുളിച്ചിരിക്കുകയാണല്ലോ. ഓ, ഇഷ്ടപ്പെട്ടില്ല. വ്യൂ എങ്ങനെയാ? എങ്ങനെയായത്? ആ, ഇത് അടിപൊളി സ്ഥലമാണ്. ഫാമിലി ഫുള്ളുണ്ട് അല്ലേ? ആ, എൻജോയ് ചെയ്യാം. ഇഷ്ടമാണോ ഇവിടെ? സുഖമുണ്ടോ? അച്ഛനോട് ചോദിക്കുന്നു. മഴയാണ് ഗൈസ്, ഞങ്ങൾ മഴ നനയാൻ പോവാണ്. മഴ നനങ്ങി നമുക്ക് ബീച്ചിൽ ഇറങ്ങാം അല്ലേ അമ്മായി? ഏതാ? ആ, എടുക്കാം. ധനുഷ് ആരാ അപ്പം? അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇത്ര നേരം ബീച്ചിലായിരുന്നു. എന്നിട്ട് ഫുൾ നനങ്ങി മൊത്തം മണ്ണായി.
തിര കയറി വരാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ നമ്മുടെ 2 പേരെ റൂംസ് ഇവിടെയും 2 റൂംസ് ഇപ്പുറത്തുമാണ്. അപ്പം നമ്മൾ റൂം കാണാനായിട്ട് പോവാണ്. ചിറ്റാകെ നടക്കുന്നത് ആ അങ്ങനെ ദേ മഴയൊക്കെ നനഞ്ഞ് ബീച്ചിലൊക്കെ ഇറങ്ങി. ബീച്ചിൽ മഴ പെയ്യുന്നതാണ് ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് പാട്ടൊക്കെ ബ്ലൂടൂത്ത് സ്പീക്കറിലൊക്കെ വെച്ച് അതിൽ ഡാൻസ് കളിച്ച് നടന്ന് ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഷിപ്പോ അങ്ങനെ വൈകിട്ടായപ്പോൾ എല്ലാവരും കൂടെ ചീട്ടുകളിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും ഇട്ടിരുന്ന് ചീട്ട് കളിച്ച് പിള്ളേർ സെറ്റെല്ലാം കൂടെ ഊണോയും കളിച്ചു. അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ ഫുഡിൻ്റെ ടൈമായി. ചപ്പാത്തി, ചിക്കൻ റോസ്റ്റ്, ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ വെജിറ്റബിൾ കറി, എഗ് കറി ആയിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഫുൾ ഡാൻസ് ആയിരുന്നു. എല്ലാവരും ഇറങ്ങി, 2 പേര് ഇറങ്ങി തുടങ്ങിയതാണ്. പിന്നെ വന്നപ്പോൾ എല്ലാവരും വൻ ഡാൻസ്, ഫാമിലി മൊത്തത്തിൽ ഡാൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഡാൻസ് കളിച്ചപ്പോഴത്തപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ബീച്ച് എങ്ങനെയാണെന്ന് കാണാൻ അതിലേ ഒന്ന് പോയി. പിന്നെ അവിടെ ഇച്ചിരി തിരയൊക്കെ കൂടിയപ്പം പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ രാത്രി സമയത്ത് ബീച്ചിൽ അത്ര സേഫ് അല്ലല്ലോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു. അങ്ങനെ തിരിച്ച് പിന്നെ ഗെയിംസിൻ്റെ സമയമായിരുന്നു കേട്ടോ. വെറൈറ്റി ഗെയിംസൊക്കെ ആദ്യം നമ്മുടെ കോമൺ സാധനമാണല്ലോ ദംഷറാട്സ്, അത് കളിച്ചു. എല്ലാവരും ഒരു 2 റൗണ്ട് കളിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. എൻജോയ് ചെയ്തത് പല പ്രായക്കാരാണ്, പക്ഷെ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ ഡംഷറാട്സൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത ഗെയിമിലോട്ടായി. അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ കുളങ്കരയാണ് കേട്ടോ. നമ്മുടെ ലീഡർ എന്ന് പറയുന്നത് അമ്മുവാണ്. അമ്മു സൈഡിൽ ഒന്ന് പറയും, ഞങ്ങൾ ചാടും. അങ്ങനെ ഞങ്ങൾ കുളങ്കര കളിക്കരുത്. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബോൾ പാസിങ് ആയി. അതായത് ഇങ്ങനെ പാട്ടിടും, അതിങ്ങനെ ബോളിങ്ങനെ പാസ് ചെയ്ത് പോകണം. അപ്പോൾ പാട്ട് നിർത്തുമ്പോൾ ആറിലാണോ ബോൾ അവർ ഔട്ടാവും. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിങ് ടൈമാണ് കേട്ടോ. നമ്മുടെ കണ്ണമാമൻ്റെയും രാജുമാമൻ്റെ ബർത്ത്ഡേ ആണ്. ആ ഡേയിലല്ലെങ്കിലും ആ വരുന്ന വീക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരും കൂടെ കൂടിയതല്ല. അപ്പോൾ 2 കേക്ക്സ് നമ്മൾ മുറിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ മാമന് കേക്ക് കൊടുത്ത് കട്ട് ചെയ്തു. നമ്മൾ ഗൈസ് അവിടുത്തെ റൂമിൽ നിന്ന് നമ്മുടെ റൂമിലോട്ട് പോയി. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ റൂംസ്. ഇവിടെ 4 മുറിയും അവിടെ 2 മുറി എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോകണം. അവിടെ നിങ്ങൾ നേരെ ലൈറ്റ് കണ്ടോ കത്തുന്നത്? സൂക്ഷിച്ച് കാണിച്ചു തരാം. അത് ഗൈസ് മീൻ പിടിക്കാനായിട്ട്
പോകാനായിട്ട് ബോട്ടൊക്കെ റെഡിയായിട്ട് നിൽക്കുക. ഇവരിപ്പം രാത്രി പോകാൻ തോന്നുന്നു. അപ്പം ഞങ്ങളിത് റൂമിലോട്ട് നടക്കുകയാണ്. വലിയ റൂംസാണ് കേട്ടോ, നല്ല റൂമാണ്, നല്ല സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല, ഈസി റൂമാണ്. അപ്പോൾ ഇതേ നമ്മൾ റൂമിൽ ഉറങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ വന്നു, നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി ഇനി ഉറങ്ങി. നാളെ കാണാം. അങ്ങനെ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കേട്ടോ. ഇവിടെ ഇച്ചിരി കൂടെ ബീച്ച് അടുത്തുനിന്ന് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പുറത്ത് ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. ഫുൾ ടൈം ബീച്ചിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം കേട്ടോ, തിരയടിക്കുന്ന സൗണ്ട് കേൾക്കാം. അപ്പം ഞാൻ രാവിലെ എണീറ്റിരുന്നു. അപ്പം ഞാനും സീതുമാമിയും കൂടെ അമ്മുവും കൂടെ നേരെ ഇവിടെ വന്നു കേട്ടോ. അപ്പോൾ എണീറ്റപടി വന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് ആ ചേച്ചി ചായ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞാൻ കുറച്ച് ബീച്ച് കാണാൻ കസേരയൊക്കെ എടുത്ത് ബീച്ചിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. തന്നെ നല്ല രസമാണ് ബീച്ചിങ്ങനെ കണ്ടിരിക്കുമ്പോൾ, നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര കാമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന്. അങ്ങനെ ദേ തിരിച്ചു വന്നപ്പോൾ നമുക്ക് ഇനിയും കുറേ സമയമുണ്ട്. അപ്പം ഞങ്ങൾ ഓർത്തുന്ന ചീട്ട് കളിക്കാമെന്ന്. ബാക്കിയുള്ളവരൊക്കെ എണീക്കുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറേ അടുത്ത കളി കളിച്ചു. പിന്നെ ദേ ബ്രേക്ക്ഫാസ്റ്റായി. അങ്ങനെ ഇടിയപ്പമായിരുന്നു കേട്ടോ. ഇടിയപ്പം ചിക്കൻ സ്റ്റൂവും വെജ് സ്റ്റൂവും ആയിരുന്നു. പാലപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡ്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അപ്പോൾ പയ്യ വെയിലൊക്കെ തുടങ്ങി. പിന്നെ നമുക്ക് ബീച്ചിൽ നിന്ന് അങ്ങോട്ട് പോകത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് നമ്മുടെ ഈ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. ഹായ് പറ. ഹായ്. ഹലോ. അവിടെ നമ്മൾ കാക്കകൾ വറക്കുന്ന കാണുന്നത് മീൻ ഒത്തിരി ഉണ്ടെന്നാണ് അർത്ഥം കേട്ടോ. അവിടെ ഒരു വല വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മീൻ ചാടുന്നതനുസരിച്ച് കാക്കകൾ വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതേ ഫാമിലി എല്ലാവരുമായിട്ടുള്ള കുറേ അടിപൊളി മെമ്മറീസൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. മാക്സിമം എൻജോയ് ചെയ്ത്. നമുക്ക് വേറെ ദൂരമൊന്നും പോകാൻ പറ്റിയില്ല. വെക്കേഷനായിട്ട് വേറെ സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അടുത്ത് പിടിച്ചതാണ് കേട്ടോ. അപ്പം മാരാരികുളം എന്നുള്ള ഒരു സ്ഥലം പിടിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം അടുത്ത വെക്കേഷനാകും എല്ലാവരും കൂടെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകണേ. അപ്പം ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിച്ച് കുറേ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്ത് കേട്ടോ. നമുക്ക് അടുത്ത വർഷം വരെ കൊണ്ടുവരാനായിട്ടുള്ളത്. ഇന്ന് ഒരു പതിവ് പോലെ ബീച്ചിൽ മീൻ പിടിക്കാൻ പോയി തിരിച്ചു വരുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പം ഞങ്ങളെന്നാൽ കാണാൻ പോയി. ഇത്തവണ കുറച്ചുകൂടെ മീൻ കൂടുതലുണ്ട് കഴിഞ്ഞ തവണയിലും. ഇവരാണെങ്കിൽ 1 മണിക്കൂറുള്ളൂ കേട്ടോ. പോയി രാവിലെ 10 മണിക്ക് പോയി കഴിഞ്ഞാൽ 11:30 ആകുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയാണ് വലയിട്ടിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ പോകാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവർ മീനൊക്കെ ഇടുന്നതൊക്കെ നോക്കി നിന്നു. വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ, കാരണം നമുക്ക് കോട്ടയം വരെ പോകണ്ടല്ലേ. അപ്പം മീനൊന്നും വാങ്ങിയൊന്നുമില്ല. പിന്നെ ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ. അങ്ങനെ ഗൈസ്, ഇത് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ തീരുവാണ്. ഇപ്പം ശരിക്കും ഒരു ദിവസത്തെ സ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പം മാരാരികുളത്താണ്, ആലപ്പുഴയിൽ ഒരു ബീച്ച് റിസോർട്ട് എടുത്തിരിക്കുന്നത്. നേരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഫുള്ളുണ്ട് നമുക്ക്. നമ്മുടെ ഈ റിസോർട്ടിൻ്റെ പേര് മേരി സ്റ്റേസ് എന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് മാരാരികുളത്താണ്. അടിപൊളി സ്ഥലം കേട്ടോ. ചൂടുണ്ട്, അതിന് ഒരു കുഴപ്പമില്ല, നല്ല ചൂടാണ്, അതിനൊരു സംശയമില്ല. പക്ഷേ ഈ ബീച്ചിൻ്റെ സൈഡിലാണ് ഭയങ്കര രസം. വൈകിട്ട് ബീച്ചിൽ നിന്നല്ല നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. രാത്രി അടിപൊളിയായിരുന്നു. ഗെയിംസ് കളിയും പിന്നെ ഡാൻസും പാട്ടും ബഹളവും ചീട്ടുകളി അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു ദിവസം അങ്ങ് തീർന്നു. ഇന്ന് നമ്മളെല്ലാവരും പോവുകയാണ് പല വഴിക്ക്. അപ്പോൾ നമ്മുടെ അമ്മയുടെ ചേട്ടനും അനിയത്തിയും അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു, ഫുൾ ഫാമിലി ആയിട്ട്. പിന്നെ അമ്മും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ദുബായിൽ നിന്ന്. അപ്പം അടുത്ത ദിവസം തിരിച്ചു പോവും. അപ്പോൾ അതൊക്കെ പ്രമാണിച്ച് ഞങ്ങളെല്ലാം കൂടെ ഒരു വെക്കേഷൻ എവിടെയെങ്കിലും പോലും. അപ്പം ഇത്ര ദിവസം ലീവ് ഇല്ലാത്തതുകൊണ്ട് ഒരു ശനി ഞായറും നോക്കി വന്നതാണ്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാം മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.